വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ. കുക്കറിലേക്ക് ഒരല്പം നെയ്യും അതേപോലെ തേങ്ങാക്കൊത്തൂട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അണ്ടിയോ മുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഞാൻ അവിടെ ഗോതമ്പ് ചെറിയ സൂചി ഗോതമ്പാണ്, അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ഈ ഒരു തേങ്ങാക്കൊത്ത് വറുത്ത എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലാവേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഞാൻ ഇതാക്കണം ഒരു 4 അച്ച് ശർക്കര ഉരുക്കിയിട്ട് അതൊന്ന് അരിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കട്ടയില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 3-4 ഏലക്കായ, ഒരല്പം നല്ല ജീരകം, 1/2 കപ്പ് സേമിയയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് റോസ്റ്റഡ് സേമിയാണ്, റോസ്റ്റഡ് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് നുറുക്കൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. ആദ്യം കുറച്ച് പാലൊഴിച്ച് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇതേപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ കണ്ടോ, നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. അണ്ടി മുന്തിരി ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പായസം കുടിക്കാനായിട്ട് മക്കൾക്ക് പായസം വേണമെന്ന് പറഞ്ഞതിനെ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.